ഇത്തവണത്തെ വിഷുവിന് സ്വന്തമായിട്ടൊരു ടോപ്പ് തയ്ച്ചിട്ടിട്ട് അമ്പലത്തിൽ പോയാലോ എന്നൊരാഗ്രഹം. അപ്പോൾ പട്ടുപാവാടയുടെ ടോപ്പാണ് ഞാൻ തയ്ക്കുന്നത്. പാവാട അമ്മയാണ് തയ്ച്ചു തന്നത്. ഇതൊരു ക്രോപ്പ് ടോപ്പാക്കി തയ്ക്കാനാണ്. ഇതിപ്പോൾ ഞാൻ കട്ട് ചെയ്യാൻ പോകുന്നത് കഴുത്ത് ഫിനിഷ് ചെയ്യാനായിട്ടുള്ള ഒരു പീസാണ്. അത് ഞാൻ 2 ഇഞ്ചിലെ അളവെടുത്ത് വെട്ടിയെടുക്കുകയാണ്. അങ്ങനെ കഴുത്ത് ഫിനിഷ് ചെയ്തിട്ട് അതൊന്ന് ലോക്ക് ചെയ്ത് ആ ഷോൾഡർ ഒന്ന് ജോയിൻ ചെയ്തു. ഞാനിതിപ്പോൾ തയ്ച്ചേക്കുന്നത് ബാക്കിൽ ഹുക്ക് വെച്ചിട്ടാണ്, ബാക്ക് ഓപ്പൺ ആയിട്ടാണ്. ക്രോപ്പ് ടോപ്പാണ്, ഫ്രണ്ടിൽ ടക്സ് ഇട്ടേക്കുവാണ്. തയ്ക്കാൻ വലിയ കുഴപ്പമില്ല, പക്ഷേ ഈ ഹുക്ക് പിടിപ്പിക്കാൻ എനിക്ക് ഭയങ്കര മടിയാണ്. ഹുക്ക്, ബട്ടൺസ് തുടങ്ങിയ സാധനങ്ങളൊക്കെ. പക്ഷേ ഇതില്ലെങ്കിൽ പരിപാടി നടക്കില്ലല്ലോ, അതുകൊണ്ട് ഞാൻ കഷ്ടപ്പെട്ടിരുന്നതൊക്കെ അങ്ങ് ചെയ്തു. പിന്നെ അതിൻ്റെ സൈഡിൽ കൂടെ ഓരോരോ സാധനങ്ങളായിട്ട് അറേഞ്ച് ചെയ്ത് കണി ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളുണ്ടാക്കിയ നെറ്റിപ്പട്ടമാണ് കിടക്കുന്നത്. എൻ്റെ വീഡിയോ ഞാൻ യൂട്യൂബ് ചാനലിൽ ഇട്ടിട്ടുണ്ട്. പിന്നെ അമ്മയാണെന്നുണ്ടെങ്കിൽ അവിടെ തേങ്ങാക്കൊത്തൊക്കെ വറുത്തുകൊണ്ടിരിക്കുകയാണ്. ഉണ്ണിയപ്പം കണി വെക്കാൻ വേണ്ടിയിട്ട് ഉണ്ണിയപ്പം ഉണ്ടാക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ആ ബാറ്ററിലേക്ക് ആ തേങ്ങാക്കൊത്ത് വറുത്തിട്ടു. നെയ്യിൻ്റെയൊക്കെ ഭയങ്കര സ്മെല്ലായിരുന്നു. വീട് മുഴുവൻ ഉണ്ണിയപ്പത്തിൻ്റെ മണമായിരുന്നു. അപ്പം തന്നെ നമുക്കൊരു വിഷുവിൻ്റെ ഒരു എനർജിയൊക്കെ അങ്ങ് വന്നു. അത് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്തിട്ട് നെയ്യൊക്കെ ഒഴിച്ച് അമ്മ അത് ഉണ്ടാക്കുകയാണ്. അതിൻ്റെ സൈഡിൽ കൂടെ ഞാൻ വീണ്ടും ഇപ്പോൾ വെച്ചുകൊണ്ടിരിക്കുന്നത് നവധാന്യങ്ങളാണ് വിഷുക്കണിയിൽ. എനിക്കറിയുന്ന പോലെയൊക്കെ ഞാൻ വിഷുക്കണി ഒരുക്കി. അമ്മ ഉണ്ണിയപ്പത്തിൻ്റെ തയ്യാറെടുപ്പിലാണ്. അങ്ങനെയൊക്കെയായിരുന്നു വിഷുവിൻ്റെ തലേന്ന്. അങ്ങനെ നേരം വെളുത്തു. കറക്റ്റ് 4 മണിയായപ്പോൾ എഴുന്നേറ്റ് അമ്മയാണ് വിളക്കൊക്കെ കത്തിച്ച് ഞങ്ങളൊക്കെ വിളിച്ച് കണിയൊക്കെ കണ്ടു. നല്ല സന്തോഷവും നല്ല ഐശ്വര്യമൊക്കെ തോന്നി. രാവിലെ തന്നെ ചെറിയൊരു മഴയൊക്കെ ഉണ്ടായിരുന്നു. രാവിലെ തന്നെ ഈ ചന്ദനത്തിരിയുടെയും ആ ഒരു ചിരാതിലും വിളക്കിലൊക്കെ നെയ്യിൽ ഈ തിരി കത്തുന്നതിൻ്റെയൊക്കെ ഒരു സ്മെല്ലും ഒരു കണ്ണിനും മനസ്സിനൊക്കെ വളരെ ഒരു കുളിർമ വരുന്ന ഒരു കാഴ്ചയാണല്ലോ ഈ വിഷുക്കണി. വലുതാവും തോറാണ് സത്യം പറഞ്ഞ ഇതിൻ്റെയൊക്കെ മൂല്യങ്ങൾ നമുക്ക് മനസ്സിലാവുന്നത്. ചെറുപ്പത്തിൽ ഒരു അച്ഛനമ്മ രാവിലെ വിളിച്ച് എഴുന്നേൽക്കുമ്പോൾ ആ ഒരു ദേഷ്യത്തിലും കണി കാണണമല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ടായിരിക്കും എഴുന്നേറ്റ് വരുന്നത്. പക്ഷെ ഇപ്പോൾ വലുതാവും തോറും ഓരോരോ കാഴ്ചകളും ഓരോരോ മെമ്മറീസൊക്കെ ഇങ്ങനെ കളക്ട് ചെയ്യാനായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ പട്ടുപാവാടയുടെ ലുക്ക്. ഞാൻ ഇതാണ് അമ്പലത്തിൽ പോയി ഇട്ടത്. ഈ ടോപ്പ് ഞാൻ തയ്ച്ചു, പാവാട അമ്മയാണ് തയ്ച്ചത്. ഇത് ഞങ്ങളുടെ നായരമ്പലത്തെ അമ്പലമാണ്. ഇവിടെയൊക്കെ തൊഴുത് കറങ്ങി കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് എന്നിട്ടൊക്കെയാണ് വീട്ടിൽ പോയത്. ഇതിൻ്റെ നെക്ക് ഡിസൈൻ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. തയ്ച്ചും ഫിനിഷ് ചെയ്ത് വരുമ്പോൾ ആ ഒരു കറക്റ്റ് ഷേപ്പ് കിട്ടുമെന്നായിരുന്നു പേടി. പക്ഷെ കറക്റ്റിന് കിട്ടിയിട്ടുണ്ട്. എൻ്റെ കറക്റ്റ് പാകത്തിനായിരുന്നു. അമ്മ നമ്മളന്ന് പെയിൻറ് ചെയ്ത ആ ഒരു സെറ്റും കൊണ്ടാണ് എടുത്തത്. നല്ല രസമുണ്ടായിരുന്നു അമ്മ അതിട്ടിട്ട്. രാവിലെ ഞങ്ങൾ അമ്പലത്തിലൊക്കെ പോയി വന്നു കഴിഞ്ഞപ്പോൾ രാവിലെ പാൽക്കഞ്ഞിയായിരുന്നു. കറിയായിട്ട് വൻപയറും പപ്പടമായിരുന്നു. ഇതിവിടെ സ്ഥിരമാണ്. കടുമാങ്ങയും കൂടി ഉണ്ടാവും എപ്പോഴും. അതായിരിക്കും ഞങ്ങളുടെ വിഷുവിന് എന്നും ബ്രേക്ക്ഫാസ്റ്റ്. അത് കഴിഞ്ഞ് ഉച്ച വരെയുള്ള തകൃതിയായ പണിക്കൊടുവിൽ വാഴയിലൊക്കെ വെട്ടി ഒരു 2 മണിയായി ഞങ്ങൾ ഫുഡ് കഴിക്കാനിരുന്നപ്പോൾ. ഒരുപാട് കറികളൊക്കെ അമ്മയും ഞാനും കൂടി ഉണ്ടാക്കിയായിരുന്നു. ചോറ്, കരിമീൻ വറുത്തത്, താറാവ് കറി, ഫിഷ് മോളി, ചെമ്മീൻ റോസ്റ്റ്, കടുമാങ്ങ, ഫിഷ് ഫ്രൈ, മാമ്പഴ പുളിശ്ശേരി, അങ്ങനെ ഒരുപാടുണ്ടായിരുന്നു. ഞങ്ങൾ അയൽക്കാരൊക്കെ ആയിട്ട് ഷെയർ ചെയ്ത് വന്നപ്പോഴാണ് കേട്ടോ ഇത്രയായത്. അതും ഒരു സന്തോഷമായിരുന്നു. പിന്നെ രാത്രിയായപ്പോൾ ഇവിടെ നല്ല മഴയായിരുന്നു. മഴയും തണുത്ത കാറ്റും ഒക്കെ ആയിരുന്നു. ഒരു ഉറക്കമൊക്കെ ഉറങ്ങി ഞാൻ എണീറ്റ് വന്നപ്പോഴാണ് ഇവിടെ മഴ. അപ്പോൾ ഞാനിങ്ങനെ ആലോചിക്കുമായിരുന്നു, രാവിലെ മുതൽ തുടങ്ങിയ പണിയാണ് ഉച്ച വരെ ഫുഡ് ഉണ്ടാക്കലും ഒക്കെ ആയിട്ട്. ഇതിപ്പോൾ രാവിലെ ഞാൻ ഉണ്ടാക്കിയതാണ് ക്യാരറ്റ് സേമിയ പായസം. അത് കഴിക്കാനുള്ള ഗ്യാപ്പ് ഉണ്ടായിരുന്നില്ല വയറിനെ. അതുകൊണ്ട് രാത്രി അതും കഴിച്ചു. ഇതൊക്കെയായിരുന്നു എൻ്റെ വിഷുവിശേഷങ്ങൾ.